സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയക്കാരനായി മോഹൻലാൽ ലൂസിഫറിൽ എത്താൻ പോവുകയാണ്. അപ്പോഴാണ് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുന്നത് രാഷ്ട്രീയക്കാരനായ മോഹൻലാൽ എത്തിയ സിനിമകളെ കുറിച്ച്. മോഹൻലാൽ എന്ന നടൻ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ്. ഈ നടന് കഴിയാത്തതായി ഒന്നുമില്ല എന്ന് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നു. വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ലാലേട്ടന്റെ സിനിമാ ജീവിതം. ആ സിനിമാ ജീവിതത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ആരാധകർക്ക് തന്നെ അഭിമാനം തോന്നും. തന്റെ സിനിമാ ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ താഴ്ചകളിൽ നിന്നും ഉയരങ്ങളിലേക്ക് പിടിച്ചുയർത്തിയതും സിനിമകൾ തന്നെ. അങ്ങനെ പിടിച്ചുയർത്തിയ സിനിമകളിൽ രാഷ്ട്രീയം പറയുന്ന സിനിമകളുമുണ്ട്. മോഹൻലാൽ എന്ന നടൻ കുറച്ച് സിനിമകളിലെ രാഷ്ട്രീയക്കാരനായി എത്തിയിട്ടുള്ളൂ. ആ സിനിമകൾ വെള്ളിത്തിരയിൽ ശരിക്കും കൂളിളക്കം സൃഷ്ടിച്ച സിനിമകൾ തന്നെ. ഭൂമിയിലെ രാജാക്കന്മാർ 1987 തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത ചിത്രമാണ് ഇത്. യുവ രാഷ്ട്രീയക്കാരനായി എത്തിയ മോഹൻലാൽ ചിത്രം. മഹേന്ദ്രവർമ്മ എന്ന ക്യാരക്ടറിലാണ് മോഹൻലാൽ ഈ സിനിമയിലെത്തിയത്. ചെറുപ്പത്തിന്റെ പ്രായത്തിളപ്പിൽ ഒരു രാഷ്ട്രീയക്കാരനിൽ നിന്നും മുഖ്യമന്ത്രിയാകുന്ന കഥ. സുരേഷ് ഗോപി, അടൂർ ഭാസി, ജഗതി, നളിനി എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് താരങ്ങൾ. ഡെന്നീസ് ജോസഫിന്റെ തിരക്കഥ. ജൂബിലി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ജോയ് തോമസ് ആണ് നിർമ്മാണം. ലാൽ സലാം മോഹൻലാലിന്റെ രാഷ്ട്രീയ ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട ചിത്രമാണ് ലാൽ സലാം. ഇന്നും ടിവിയിലെത്തിയാൽ കാണാതെ ആരും പോകത്തില്ല. സ്റ്റീഫൻ നെട്ടൂരാൻ എന്ന ക്യാരക്ടർ ആരും മറക്കാനും സാധ്യതയില്ല. 1990 പുറത്തിറങ്ങിയ വേണു നാഗവള്ളി സംവിധാനം ചെയ്ത ചിത്രം തിയേറ്ററിൽ 150 ദിവസം നിറഞ്ഞോടിയ സൂപ്പർ ഹിറ്റ് സിനിമ. സഖാവ് സ്റ്റീഫൻ നെട്ടൂരാൻ എന്ന മോഹൻലാൽ കഥാപാത്രം ഇന്നും പലർക്കും ഒരു റോൾ മോഡലാണ്. ആദർശവീരനും മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്. വേണു നാഗവള്ളി തന്നെയാണ് തിരക്കഥ. മുരളി, ഗീത, ഉർവശി, ജഗതി എന്നിവർ ശക്തമായ കഥാപാത്രങ്ങൾ കൊണ്ട് ചിത്രത്തെ സമ്പന്നമാക്കി. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ആദ്യം ഓടിവരുന്ന മോഹൻലാൽ ചിത്രം തന്നെയാണ് ലാൽ സലാം. അദ്വൈതം മോഹൻലാലിന്റെ സിനിമാ ജീവിതത്തിൽ വേറിട്ട ഒരു അനുഭവം തന്നെയായിരുന്നു അദ്വൈതം. 1992 പുറത്തിറങ്ങിയ പ്രിയദർശൻ ചിത്രം. പ്രിയദർശൻ ടി ദാമോദരന്റേതാണ് തിരക്കഥ. സ്വാമി അമൃതാനന്ദ എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിച്ചത്. ഇത് മാത്രമല്ല 3 വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്ന മോഹൻലാലിനെയാണ് സിനിമയിൽ കാണിച്ചത്. ഈ സിനിമയിൽ ജയറാം, ചിത്ര, രേവതി, MG സോമൻ എന്നിവരാണ് മറ്റ് താരങ്ങൾ. ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ PV ഗംഗാധരനാണ് നിർമ്മാണം. ഇരുവർ മണിരത്നം വരച്ചു കാണിച്ച MGRന്റെ ജീവിതം. സിനിമയിലെ മോഹൻലാലിന്റെ പകർന്നാട്ടം ഇന്നും സിനിമയിലെ ഒരു പഠന സിനിമയായി മാറി. 1997 സിനിമ പുറത്തിറങ്ങിയത്. മണിരത്നം, വൈരമുത്തു, സുഹാസിനി എന്നിവരാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത്. പ്രകാശ് രാജ്, ഐശ്വര്യ റായ്, രേവതി, ഗൗതമി, തബു, നാസർ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് താരങ്ങൾ. മദ്രാസ് ടാക്കീസിന്റെ ബാനറിൽ മണിരത്നം, G ശ്രീനിവാസൻ എന്നിവരാണ് നിർമ്മാണം. രക്തസാക്ഷികൾ സിന്ദാബാദ് വേണു നാഗവള്ളി ലാൽ സലാമിന് ശേഷം ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ മോഹൻലാലിനെ വെച്ച് ഒരുക്കിയ ചിത്രമാണ് രക്തസാക്ഷികൾ സിന്ദാബാദ്. വേണു നാഗവള്ളി, ചെറിയൻ, കൽപ്പകവാടി എന്നിവരുടേതാണ് തിരക്കഥ. സുരേഷ് ഗോപി, മുരളി, നാസർ, നെടുമുടി വേണു, സൈനുദ്ദീൻ, കരമന ജനാർദ്ദനൻ, രാജൻ ബി ദേവു, മാല, അരവിന്ദൻ, സുകന്യ എന്നിവരാണ് മറ്റ് താരങ്ങൾ. ലാൽ സലാമിനെ പോലെ ഒരു വിജയം കാണാനായില്ലെങ്കിലും പ്രേക്ഷക ശ്രദ്ധ നേടിയ ഒരു ചിത്രമാണ് ഇത്. ചതുരംഗം K മധു ഒരുക്കിയ ചിത്രം. ആറ്റിപ്രാക്കൽ ജിമ്മിയായി മോഹൻലാൽ നിറഞ്ഞാടിയ ചിത്രം. ഒരു കാലത്ത് മോഹൻലാൽ താഴേക്ക് പോയപ്പോൾ പിടിച്ചുയർത്തിയ സിനിമ എന്ന് വേണമെങ്കിൽ ചതുരംഗത്തെ പറയാം. കേരള കോൺഗ്രസ് രാഷ്ട്രീയക്കാരനായി മോഹൻലാൽ എത്തിയ ചിത്രം. നവ്യ നായർ, നഗ്മ, സലീം കുമാർ, ലാലു അലക്സ്, ജഗദീഷ് എന്നിവരാണ് സിനിമയിലെ മറ്റ് താരങ്ങൾ. പെരിച്ചാഴി 2014 അരുൺ വൈദ്യനാഥൻ സംവിധാനം ചെയ്ത പൊളിറ്റിക്കൽ കോമഡി ചിത്രം. ജഗന്നാഥൻ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ. പ്രാദേശിക രാഷ്ട്രീയത്തിൽ നിന്നും അമേരിക്കൻ രാഷ്ട്രീയത്തിലേക്ക് ചൂടുമാറുന്ന മോഹൻലാലിനും സുഹൃത്തുക്കൾക്കുമിടയിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ. ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിൽ വിജയ് ബാബു, സാന്ദ്ര തോമസ് എന്നിവരാണ് നിർമ്മിച്ചത്. ലൂസിഫർ മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും ശക്തമായ കഥാപാത്രമായിരിക്കും സ്റ്റീഫൻ നെടുമ്പള്ളി എന്നാണ് ആരാധകരും അണിയറ പ്രവർത്തകരും ഒരുപോലെ പ്രതീക്ഷിക്കുന്നത്. പൃഥ്വിരാജിന്റെ ആദ്യ സംവിധാന സംരംഭം. വലിയ താരനിര തന്നെ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാറാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഇനി തിയേറ്ററിൽ സിനിമ എത്തിയിട്ട് പറയാം ലൂസിഫർ എത്രമാത്രം ശക്തനായിരുന്നു എന്നുള്ളത്.